യൂട്യൂബ് മോണിറ്റൈസേഷനെ സംബന്ധിച്ച് ആഗസ്റ്റ് 10 പുതിയൊരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഫെബ്രുവരി 1, 2027 മുതൽ ആർക്കെങ്കിലും YPP അഡ്വർടൈസിങ് പോളിസിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 4000 വാച്ച് അവേഴ്സിന് പകരം പബ്ലിക് വാച്ച് അവേഴ്സിന് പകരം 8000 പബ്ലിക് വാച്ച് അവേഴ്സ്, 12 മാസത്തിൽ 8000 പബ്ലിക് വാച്ച് അവേഴ്സ് ആവശ്യമാണ്. അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ആയിരുന്നു മുൻപുണ്ടായിരുന്നത്. അത് 20 മില്യൺ ഷോർട്സ് വ്യൂസ് ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് 90 ദിവസത്തിനിടയ്ക്ക്. എന്നാൽ ആവശ്യം വേണ്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അത് 1000 തന്നെയാണ്. അത് നിലനിർത്തിയിട്ടുണ്ട്. പുതുതായി ഈ കണ്ടൻറ് ക്രിയേഷനും യൂട്യൂബിലും ഒക്കെ വീഡിയോകൾ ചെയ്ത് വരുമാനമുണ്ടാക്കാം എന്ന് കരുതിയിരിക്കുന്നവർക്ക് ഒരു വലിയ കടമ്പ തന്നെയാണ് ഈ 4000, നിലവിലുള്ള ഈ 4000 എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായി ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ആൾക്കാർ യൂട്യൂബിൽ ഷോർട്സ് കാണുന്നതൊക്കെ വളരെ കുറവാണ്. എല്ലാവരും തന്നെ റീൽസാണ് കൂടുതലും ആൾക്കാർ കാണുന്നത്. അപ്പോഴാണ് യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുള്ള ആൾറെഡി മോണിറ്റൈസ് ആയ ചാനലുകൾക്ക് ഈ പുതിയ മാറ്റം ബാധിക്കില്ല. എന്നാൽ അവർക്കും എന്തെങ്കിലും കാരണവശാൽ മോണിറ്റൈസേഷൻ കട്ടായി വീണ്ടും അപ്ലൈ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്കും ഇതുപോലെ 8000 വാച്ച് അവേഴ്സ് ഉണ്ടോ, 20 മില്യൺ ഷോർട്സ് വ്യൂസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടുമായിരിക്കും.